ഒരു വിവാഹബന്ധം വിജയകരമാകാൻ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? പ്രണയം മാത്രമാണോ? അതോ അതിനപ്പുറം പരസ്പരമുള്ള മനസ്സിലാക്കലും ആഴത്തിലുള്ള ചില മൂല്യങ്ങളും ആവശ്യമുണ്ടോ? ജീവിതത്തിൽ നാം എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് വിവാഹം. ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ വളരെ വേഗത്തിൽ തകരുന്നത് നാം നിത്യേന കാണുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വേർപിരിയലുകളിലേക്കും കോടതി കയറുന്നതിലേക്കും നയിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള കൃത്യമായ ഉത്തരം ഭാരതീയ തത്വശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ചാണക്യനീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൗര്യസാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് കാരണക്കാരനായ ചാണക്യൻ കേവലം ഒരു തന്ത്രജ്ഞൻ മാത്രമല്ല, മനുഷ്യമനസ്സിനെയും ബന്ധങ്ങളെയും കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച ഒരു മികച്ച തത്വചിന്തകൻ കൂടിയായിരുന്നു. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്നത് പരസ്പരമുള്ള വിശ്വാസവും കടമകൾ ചെയ്യാനുള്ള സന്നദ്ധതയുമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ ചാണക്യന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് പലരും സംശയിച്ചേക്കാം. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങൾക്കും ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിനും കാലം എത്ര കഴിഞ്ഞാലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം. ഒരു പുരുഷന്റെ വലിയ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് നാം എപ്പോഴും കേട്ടിട്ടുണ്ട്. അത് വെറുമൊരു വാക്കല്ല. ഒരു കുടുംബത്തെ സ്വർഗമാക്കാനും നരകമാക്കാനും ഒരു സ്ത്രീക്ക് കഴിയും എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നത്. ചാണക്യൻ ഒരു ഉത്തമയായ ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട ചില പ്രത്യേക ലക്ഷണങ്ങൾ അഥവാ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇത് കേവലം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു കുടുംബമെന്ന വ്യവസ്ഥിതി വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ചില പ്രായോഗിക കാര്യങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തെയും ചിന്താഗതിയെയും ഒരുപക്ഷെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. ചാണക്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബാഹ്യ സൗന്ദര്യത്തിനല്ല, മറിച്ച് ആന്തരിക സൗന്ദര്യത്തിനാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഗുണം അവളുടെ സൽസ്വഭാവവും പരിശുദ്ധിയുമാണ്. സൗന്ദര്യം എന്നത് കാലക്രമേണ നശിച്ചുപോകുന്ന ഒന്നാണ്. യുവത്വം മാറുമ്പോൾ ശരീരത്തിന്റെ ഭംഗിയും മാറും. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം മരണം വരെ അവരോടൊപ്പം നിലനിൽക്കുന്നു. ഒരു ഉത്തമയായ ഭാര്യ എപ്പോഴും പരിശുദ്ധയായ മനസ്സുള്ളവളായിരിക്കും. അവൾ തന്റെ ഭർത്താവിനോടും കുടുംബത്തിനോടും 100% കൂറുള്ളവളായിരിക്കും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ അവൾ എപ്പോഴും മാന്യത കാത്തുസൂക്ഷിക്കും. ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടനായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് വലിയൊരു അബദ്ധമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം സ്വഭാവദൂഷ്യമുള്ള ഒരു സ്ത്രീ എത്ര സുന്ദരിയാണെങ്കിലും അവൾ ആ കുടുംബത്തിന് ഒരു ശാപമായി മാറും. മറിച്ച് ബാഹ്യ സൗന്ദര്യം കുറവാണെങ്കിലും നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ ആ വീടിനെ സ്വർഗമാക്കി മാറ്റും. ആന്തരികമായ ഈ പരിശുദ്ധി എന്നത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, അത് പ്രവൃത്തികളിലും ചിന്തകളിലും പ്രതിഫലിക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും അഭിമാനം സംരക്ഷിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ കടമയായി അവൾ കാണുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ സ്വന്തം കുടുംബത്തെ താഴ്ത്തിക്കെട്ടാനോ അപമാനിക്കാനോ അവൾ ഒരിക്കലും തയ്യാറാവില്ല. എന്ത് പ്രതിസന്ധി വന്നാലും കുടുംബത്തിന്റെ മാനം കാക്കാൻ അവൾ മുൻപന്തിയിലുണ്ടാകും. രണ്ടാമതായി ചാണക്യൻ പറയുന്നത് മധുരമായ സംസാരത്തെക്കുറിച്ചാണ്. വാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട്. ഒരിടത്ത് സമാധാനം കൊണ്ടുവരാനും അതുപോലെ വലിയ യുദ്ധങ്ങളുണ്ടാക്കാനും വാക്കുകൾക്ക് കഴിയും. ഒരു ഉത്തമ ഭാര്യ എപ്പോഴും മധുരമായി സംസാരിക്കുന്നവളായിരിക്കും. പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് ഭർത്താവിനെയോ മറ്റു കുടുംബാംഗങ്ങളെയോ അവൾ ഒരിക്കലും വേദനിപ്പിക്കില്ല. ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ പോലും സംയമനം പാലിക്കാനും സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കാനും അവൾക്ക് കഴിയും. ഒരു ഭർത്താവ് പുറത്തുനിന്നും ജോലി കഴിഞ്ഞു വളരെയധികം ക്ഷീണിച്ചു വരുമ്പോൾ അവന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് ഭാര്യയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളാണ്. അത് അവന്റെ എല്ലാ മാനസിക സമ്മർദ്ദവും ഇല്ലാതാക്കുന്നു. എന്നാൽ എപ്പോഴും വഴക്കിടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ മാനസിക സമാധാനം പൂർണ്ണമായും നശിപ്പിക്കുന്നു. അത്തരമൊരു വീട്ടിൽ ഒരിക്കലും സമാധാനമോ ലക്ഷ്മീദേവിയോ വസിക്കില്ല എന്നാണ് വിശ്വാസം. മധുരമായ സംസാരമെന്നാൽ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുക എന്നോ ഭർത്താവ് ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും അംഗീകരിക്കുക എന്നോ അർത്ഥമില്ല. പറയേണ്ട കാര്യങ്ങൾ സ്നേഹത്തോടെയും ശാന്തതയോടെയും അവതരിപ്പിക്കാനുള്ള മികച്ച കഴിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈയൊരു സ്വഭാവം കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്നു. സംസാരത്തിലെ മാധുര്യം വീടിനുള്ളിലെ അന്തരീക്ഷത്തെ എപ്പോഴും പോസിറ്റീവാക്കി മാറ്റുന്നു. സാമ്പത്തിക അച്ചടക്കം അഥവാ ധനം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് മൂന്നാമത്തെ ലക്ഷണം. ധനം കൈകാര്യം ചെയ്യുന്നതിൽ കുടുംബത്തിൽ ഒരു സ്ത്രീക്കുള്ള പങ്ക് വളരെ വലുതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഭാര്യ മികച്ച ഒരു ഫിനാൻഷ്യൽ മാനേജർ കൂടിയാണ്. ഭർത്താവ് എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണമാണെങ്കിലും അത് അനാവശ്യമായി ചിലവാക്കാതെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചിലവാക്കാൻ അവൾക്കറിയാം. ഭാവിയിലെ ആവശ്യങ്ങൾക്കും അത്യാഹിതങ്ങൾക്കുമായി ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാൻ
അവൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കും. സ്വന്തം സാമ്പത്തിക ചുറ്റുപാടെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ അവൾ തയ്യാറാകും. മറ്റുള്ളവരെ കാണിക്കാനോ സമൂഹത്തിൽ പൊങ്ങച്ചത്തിനോ വേണ്ടി അവൾ കടം വാങ്ങാൻ ഭർത്താവിനെ നിർബന്ധിക്കില്ല. എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ വളരെ വേഗം നശിച്ചുപോകുമെന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നു. അതുകൊണ്ടുതന്നെ പണത്തിന്റെ യഥാർത്ഥ മൂല്യം അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ ഏതൊരു പുരുഷന്റെയും ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആപത്തുകാലത്ത് ഭർത്താവിന് താങ്ങായി നിൽക്കാൻ അവളുടെ ഈ സമ്പാദ്യശീലം വലിയൊരു സഹായമായി മാറും. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത് തന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിലെ ധൈര്യവും പിന്തുണയുമാണ് ഒരു ഉത്തമ ഭാര്യയുടെ മറ്റൊരു പ്രധാന ഗുണം. ജീവിതം എപ്പോഴും ഒരേപോലെ മുന്നോട്ടു പോകണമെന്നില്ല. വലിയ വിജയങ്ങളും അതിനൊപ്പം തന്നെ അപ്രതീക്ഷിതമായ പരാജയങ്ങളും സാമ്പത്തിക തകർച്ചകളും രോഗങ്ങളുമൊക്കെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഭാഗമാണ്. ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് പുരുഷന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിഘട്ടങ്ങളിലാണ്. ഭർത്താവിന് വലിയ സമ്പത്തും പ്രതാപവും ഉള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുകയും അയാൾക്കെന്തെങ്കിലും ഒരു വീഴ്ച പറ്റുമ്പോൾ അയാളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോവുകയോ എപ്പോഴും കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവൾ ഒരിക്കലും ഒരു നല്ല ഭാര്യയല്ല. ഒരു ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ വലിയ പരാജയങ്ങളിൽ അവനെ ചേർത്തുപിടിക്കും. വിഷമിക്കേണ്ട, നമുക്കൊന്നിച്ചുനിന്ന് ഇതിനെ നേരിടാം എന്ന് പറഞ്ഞ് അവൾ അവന് വലിയൊരു മാനസിക പിന്തുണ നൽകും. അവളുടെ ഈയൊരു വാക്ക് മാത്രം മതി ഏതൊരു വലിയ തകർച്ചയിൽ നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ, ഒരു പുരുഷന് കരുത്ത് നൽകാൻ. പ്രതിസന്ധികളിൽ തളരാതെ ഒരു മന്ത്രിയെപ്പോലെ അവൾ ഭർത്താവിന് ശരിയായ ഉപദേശങ്ങൾ നൽകുകയും അവനെ നേർവഴിക്ക് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒരു പ്രകാശമായി അവൾ എപ്പോഴും അവനോടൊപ്പം കൂടെയുണ്ടാകും. ആത്മീയതയും ധാർമ്മികതയുമാണ് ചാണക്യൻ എടുത്തുകാണിക്കുന്ന അഞ്ചാമത്തെ കാര്യം. ഒരു വീടിനെ വെറുമൊരു കെട്ടിടത്തിൽ നിന്നും ഒരു കുടുംബമാക്കി മാറ്റുന്നത് അവിടെ നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളാണ്. ഒരു ഉത്തമ ഭാര്യ എപ്പോഴും ഈശ്വരവിശ്വാസവും നല്ല ധാർമ്മിക ബോധവും ഉള്ളവളായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അവൾ കുടുംബത്തിലെ നല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുകയും വരുംതലമുറയിലേക്ക് അത് വളരെ ഭംഗിയായി പകർന്നുകൊടുക്കുകയും ചെയ്യുന്നു. ധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവൾ ഭർത്താവിനെയും കുട്ടികളെയും എപ്പോഴും പ്രേരിപ്പിക്കുന്നു. സ്വന്തം കുടുംബത്തിന്റെ മാത്രമല്ല, താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ കൂടി നന്മ അവൾ ആഗ്രഹിക്കുന്നു. അവളിൽ എപ്പോഴും ക്ഷമയും കരുണയും ദയയും ഉണ്ടായിരിക്കും. ഇത്തരം നല്ല ഗുണങ്ങളുള്ള ഒരു സ്ത്രീ വസിക്കുന്ന വീട്ടിൽ ഐശ്വര്യം താനേ വന്നുചേരും. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും അവൾ വീട്ടിൽ തെളിക്കുന്ന ദീപം ആ വീടിന്റെ മുഴുവൻ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. കുട്ടികളെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു വളർത്തുക എന്നത് ഒരു മാതാവിന്റെ ഏറ്റവും വലിയ കടമയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഒരു സമൂഹത്തിന്റെ ഭാവി എന്നത് ആ കുടുംബത്തിലെ സ്ത്രീയുടെ ധാർമ്മികതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചാണക്യൻ വളരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അതിഥി സൽക്കാരവും കുടുംബത്തോടുള്ള കടപ്പാടും ഒരു ഭാര്യയുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരതീയ സംസ്കാരത്തിൽ അതിഥി ദേവോ ഭവ എന്നൊരു സങ്കല്പമുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികളെ ദൈവത്തെപ്പോലെ കണ്ടു സൽക്കരിക്കണം എന്നാണ് ഇതർത്ഥമാക്കുന്നത്. ഒരു ഉത്തമയായ ഭാര്യ വീട്ടിൽ വരുന്ന അതിഥികളെ നിറഞ്ഞ ചിരിയോടെ സ്വാഗതം ചെയ്യുകയും അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും യാതൊരു മടിയും കൂടാതെ സ്നേഹത്തോടെ നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഭർത്താവിന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്വന്തം മാതാപിതാക്കളെയും ബന്ധുക്കളെയും പോലെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവൾ എപ്പോഴും തയ്യാറാകും. കുടുംബത്തിലെ മുതിർന്നവരെ പരിചരിക്കുന്നതിൽ അവൾ ഒരിക്കലും മടി കാണിക്കില്ല. എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്താൻ അവൾ എപ്പോഴും ശ്രമിക്കും. കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ അത് ഊതിവീർപ്പിച്ച് വലുതാക്കാതെ വളരെ പക്വതയോടെ അത് പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ അവൾ മുൻകൈയെടുക്കും. സ്വാർത്ഥതയില്ലാതെ എല്ലാവരുടെയും സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുന്നവളാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബവിളക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ എന്താണെന്നറിയാൻ എനിക്ക് അതിയായ താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഈ വിഷയത്തിലുള്ള ചർച്ചയെ കൂടുതൽ അർത്ഥവത്താക്കും. ചാണക്യന്റെ ഈ ആശയങ്ങൾ കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ചിലർക്കെങ്കിലും തോന്നാം, ഇതൊക്കെ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണോ, പുരുഷന്മാർക്കൊരു ഉത്തരവാദിത്തവുമില്ലേ എന്ന്. എന്നാൽ ചാണക്യനീതി വളരെ ആഴത്തിൽ വായിച്ചു പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു വലിയ കാര്യം ഇതൊരു ഏകപക്ഷീയമായ നിയമമല്ല എന്നാണ്. ഒരു ഭാര്യ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഭാര്യയെ ബഹുമാനിക്കാത്ത, അവൾക്ക് അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും സുരക്ഷയും നൽകാത്ത ഒരു പുരുഷന് ഒരിക്കലും ഈ പറയുന്ന ഗുണങ്ങളുള്ള ഒരു ഭാര്യയെ ലഭിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പരസ്പരമുള്ള ബഹുമാനത്തിലാണ് ഏതൊരു ദാമ്പത്യബന്ധവും നിലനിൽക്കുന്നത്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഇത്രയധികം ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അവളെ ഒരു രാജ്ഞിയെപ്പോലെ സംരക്ഷിക്കേണ്ട വലിയ കടമ ഭർത്താവിനുണ്ട്. ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ ഈ ലക്ഷണങ്ങളെ നാം അല്പം വ്യത്യസ്തമായ രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും തൊഴിൽ ചെയ്യുന്നവരുമാണ്.
അതിനാൽ തന്നെ സാമ്പത്തിക അച്ചടക്കം, പ്രതിസന്ധികളിലെ പിന്തുണ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് പുരുഷനോടൊപ്പം തന്നെ തുല്യമായ പങ്കും ഉത്തരവാദിത്വവുമുണ്ട്. മധുരമായ സംസാരമെന്നത് പരസ്പരമുള്ള ആശയവിനിമയമായി നമുക്ക് കാണാം. പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനുള്ള ഒരു വലിയ വേദി കുടുംബത്തിലുണ്ടാകണം. ബാഹ്യസൗന്ദര്യത്തിന് പുറകെ പോകാതെ ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തെയും ഗുണങ്ങളെയും വിലയിരുത്തി ജീവിതപങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറാകണം. വിവാഹമെന്നത് കേവലം രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് മനസ്സുകൾ തമ്മിലുള്ള, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ തമ്മിലുള്ള വലിയൊരു കൂടിച്ചേരലാണ്. അവിടെ അനാവശ്യമായ ഈഗോകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഞാൻ എന്നതിനു പകരം നമ്മൾ എന്ന വിശാലമായ ചിന്തയാണ് അവിടെ ഉണ്ടാകേണ്ടത്. ചാണക്യൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംതൃപ്തിയെക്കുറിച്ചാണ്. അത്യാഗ്രഹമില്ലാത്ത ഒരു ഭാര്യ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തനിക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ തൃപ്തി കണ്ടെത്താനും ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കാനും കഴിയുന്ന ഒരു നല്ല മനസ്സ് അവൾക്കുണ്ടായിരിക്കും. അപ്പുറത്തെ വീട്ടിലെ ആളുകളുടെ ജീവിതരീതി കണ്ട് സ്വന്തം ഭർത്താവിനെ അതിനായി നിർബന്ധിക്കുകയോ അതിൽ പരാജയപ്പെടുമ്പോൾ മാനസികമായി തളർത്തുകയോ അവൾ ഒരിക്കലും ചെയ്യില്ല. ഭൂമിയിലുള്ള ഓരോ വ്യക്തിക്കും അവരുടേതായ പരിമിതികളും കഴിവുകളുമുണ്ടെന്ന് അവൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഭർത്താവിനെ അയാളായി തന്നെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവൾക്ക് കഴിയുന്നു. ഇത് ഒരു ഭർത്താവിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. എന്തു സംഭവിച്ചാലും, ലോകം മുഴുവൻ എതിർത്താലും എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ടാകും എന്നൊരു ചിന്ത അവനെ ജീവിതത്തിൽ എത്ര വലിയ വിജയങ്ങൾ നേടാനും പ്രാപ്തനാക്കുന്നു. ഇനി നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്തരം നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുക എന്നാണ്. ഇത് ജനിക്കുമ്പോൾ തന്നെ ആർക്കും കൂടെ കിട്ടുന്ന ഒന്നല്ല. ഒരു വ്യക്തി വളരുന്ന സാഹചര്യങ്ങൾ, അവർക്ക് ലഭിക്കുന്ന നല്ല വിദ്യാഭ്യാസം, അവർ കണ്ടു വളരുന്ന മാതൃകകൾ എന്നിവയെല്ലാം ഇതിൽ വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കൾ പരസ്പരം അതിയായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ട് വളരുന്ന ഒരു കുട്ടി നാളെ പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ആ നല്ല ഗുണങ്ങൾ തീർച്ചയായും പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാതാപിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡലാകാൻ ശ്രമിക്കണം. കേവലം സ്കൂളിലെ റാങ്കുകൾ നേടാൻ വേണ്ടി മാത്രം അവരെ തയ്യാറാക്കാതെ ജീവിതത്തിലെ യഥാർത്ഥ പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യത്തോടെ നേരിടണം, മറ്റുള്ളവരോടെങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം, മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ മൂല്യമെന്താണ് എന്നെല്ലാം അവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ നല്ലൊരു സമൂഹം ഇവിടെ രൂപപ്പെടുകയുള്ളൂ. ഒരു ഉത്തമയായ ഭാര്യ കേവലം ഭർത്താവിന്റെ ഒരു നിഴലല്ല, അവൾ ആ കുടുംബത്തിന്റെ ഉറപ്പുള്ള നെടുന്തൂണാണ്. നമ്മുടെ പുരാണങ്ങളിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ. സീതയും ദ്രൗപദിയും മണ്ഡോദരിയുമൊക്കെ അത്തരത്തിൽ ഉത്തമരായ ഭാര്യമാരായിരുന്നു. എന്നാൽ അവർ ആരും തന്നെ സ്വന്തം അഭിപ്രായങ്ങളോ വ്യക്തിത്വമോ ഭർത്താവിനു മുന്നിൽ അടിയറവ് പറഞ്ഞിരുന്നില്ല. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ശരിയായ വഴി ഉപദേശിക്കാനും എപ്പോഴും ധൈര്യം കാണിച്ചിരുന്നു. രാവണന്റെ വലിയ തെറ്റുകളെ മണ്ഡോദരി പലതവണ നേരിട്ട് എതിർത്തിരുന്നു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തമയായ ഒരു ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ തെറ്റുകൾക്കും ശരികൾക്കും ഒരുപോലെ അന്ധമായി ചൂട്ടുപിടിക്കുന്നവളല്ല, മറിച്ച് അവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടെ തിരുത്താനും അവനെ വീണ്ടും ധർമ്മത്തിന്റെ ശരിയായ വഴിയിലൂടെ നയിക്കാനും പ്രാപ്തിയുള്ളവളാണ് എന്നാണ്. ചാണക്യൻ ഈയൊരു ആശയമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒരു വലിയ രഥത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെയാണെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതിലൊരു ചക്രം കേടുവന്നാൽ രഥത്തിന് സുഗമമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. രണ്ട് ചക്രങ്ങളും ഒരേപോലെ കരുത്തുള്ളതും ഒരേ ദിശയിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്നതുമാകുമ്പോഴാണ് ജീവിതയാത്ര കൂടുതൽ സുന്ദരമാകുന്നത്. ചാണക്യന്റെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു സ്ത്രീയിൽ പൂർണ്ണമായും കണ്ടെത്തുക എന്നത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് പ്രായോഗികമായി സാധ്യമല്ലായിരിക്കാം. കാരണം ഈ ലോകത്ത് ആരും തന്നെ പൂർണ്ണരല്ല. എല്ലാവരിലും അവരുടേതായ ചെറിയ പോരായ്മകളുണ്ടാകും. എന്നാൽ ഇത്തരം നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തുക എന്നത് തീർച്ചയായും നമുക്ക് സാധ്യമായ കാര്യമാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനു പകരം നമ്മളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും അവിടെ തന്നെ അവസാനിക്കും. എന്റെ ജീവിത പങ്കാളി ഇങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിനു മുൻപ് ഞാൻ നല്ലൊരു പങ്കാളിയാണോ എന്ന് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാലം മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് വലിയ മാറ്റം വരുന്നു എന്ന് പലരും വാദിക്കാറുണ്ട്. എന്നാൽ പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, സത്യസന്ധത, ക്ഷമ എന്നീ അടിസ്ഥാന മൂല്യങ്ങൾക്ക് ഭൂമിയിൽ ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ഈ മാറ്റമില്ലാത്ത മൂല്യങ്ങളാണ് ചാണക്യൻ തന്റെ പുസ്തകങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. ഇന്നത്തെ പുതിയ തലമുറ ഈ വരികളെ വെറും പഴഞ്ചനെന്ന് പറഞ്ഞു തള്ളിക്കളയാതെ അതിന്റെ ആന്തരികമായ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ വലിയ തകർച്ചയിൽ നിന്നും വേർപിരിയലിൽ നിന്നും രക്ഷപ്പെടും. വിവാഹമോചനങ്ങളുടെ നിരക്ക് വളരെ വേഗം വർദ്ധിച്ചുവരുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാനും നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്.
നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചാണക്യനീതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ വിജയമെന്നത് അതിലെ ഓരോ അംഗങ്ങളുടെയും മനസ്സിലെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ആ സന്തോഷം കുടുംബത്തിലേക്ക് കൊണ്ടുവരാനും നിലനിർത്താനും ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിവാഹബന്ധമെന്നത് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാവുന്ന ഒന്നല്ല, അതൊരു നിരന്തരമായ പഠനപ്രക്രിയയാണ്. എല്ലാ ദിവസവും നാം പുതിയ കാര്യങ്ങൾ പരസ്പരം പഠിക്കുന്നു, പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുന്നു. ഒരുമിച്ചുള്ള ഈ വലിയ യാത്രയിൽ പരസ്പരമുള്ള സ്നേഹവും അതിയായ ബഹുമാനവുമാണ് നമ്മെ എപ്പോഴും മുന്നോട്ടു നയിക്കേണ്ടത്. ചാണക്യന്റെ ഈ മഹത്തായ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വലിയൊരു വെളിച്ചമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.